നമ്മൾ ഗോവിന്ദൻ മാസ്റ്ററുടെ മനസ്സിലാക്കാത്തതിന് പേരിലാണ് നമ്മളിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ ഇതാണ്. കാരണം സി പി എമ്മിൻ്റെ സൈദ്ധാന്തിക മുഖമാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുമെങ്കിലും സി പി എമ്മിൻ്റെ എല്ലാ സൈദ്ധാന്തിക സ്വഭാവ സവിശേഷതകളും തകർക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അദ്ദേഹം ഒരു കായിക പരിശീലന അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ തലച്ചോറല്ല ശരീരമാണ് കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയ ഒരു ഏർപ്പാടാണ് ഒരു ഫിലോസഫിക്കൽ ഡയലോഗ് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഇപ്പോൾ ഫിലോസഫിക്കൽ ഡയലോഗിന് കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരാൾ അതിന് ശ്രമിക്കുന്ന സമയത്തുണ്ടാകാവുന്ന എല്ലാ ദുരന്തങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആത്യന്തികമായിട്ട് ഗോവിന്ദ മാസ്റ്ററെയല്ല നശിപ്പിക്കുന്നത്, സി പി എമ്മിനെയാണ്. കാരണം സി പി എം കേരള സമൂഹത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വലിയ തരത്തിൽ പരാജയം ഏറ്റുവാങ്ങി അല്പം ശേഷിയോടുകൂടി അവശേഷിക്കുന്നത് കേരള സംസ്ഥാനത്താണ്. ആ സംസ്ഥാനത്ത് നിന്ന് സി പി എമ്മിനെ തുടച്ചു മാറ്റാൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ സൈദ്ധാന്തിക ഉദ്ദീരണങ്ങൾ സഹായിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത്, അല്ലെങ്കിൽ നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് മലയാളത്തിൽ വിശേഷിപ്പിക്കുന്ന ഈ സംഭവം വളരെ ഗൗരവമായി സമീപിക്കേണ്ടതായ ഒരു സാങ്കേതിക വികാസമാണ്. ആധുനിക ലോകത്തെ രൂപപ്പെടുത്താൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. എല്ലാ മേഖലയിലും അത് നിറഞ്ഞു കയറുകയും സമൂഹത്തെ തന്നെ മാറ്റിപ്പണിയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സോഷ്യൽ ആസ്പെക്റ്റ്, സാമൂഹ്യമായിട്ടുള്ള അതിൻ്റെ മുഖത്തെ പുതുക്കിപ്പണിയുന്ന ഈ പ്രക്രിയയിൽ ഗോവിന്ദ മാസ്റ്റർ എന്തിനാണ് ഇടപെടുന്നത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം.